വീട്ടിൽ പച്ചക്കറി ഒന്നും ഇല്ലാത്ത സമയത്ത് അമ്മമാര് തട്ടിക്കൂട്ടി ഒരു കൂട്ടാൻ റെഡിയാക്കൂട്ട. പക്ഷെ ആ കൂട്ടാനുള്ള സ്വാദ് ഉണ്ടല്ലോ, നമ്മൾ ആഡംബരമായിട്ട് എത്ര കൂട്ടാൻ ഉണ്ടാക്കിയാലും കിട്ടില്ല. അത്രയ്ക്ക് സ്വാദുള്ള ഒരു കൂട്ടാനാണ് ഇന്നത്തെ സ്പെഷ്യൽ. 1 ടീസ്പൂൺ എണ്ണ വെച്ചിട്ടുള്ളൂ. അതിലേക്ക് 6 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലോണം സോഫ്റ്റ് ആകുമ്പോൾ ഇതിലേക്ക് 1 തക്കാളി ചേർക്കുന്നുണ്ട്. തക്കാളി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. തക്കാളി സോഫ്റ്റ് ആകുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഫ്ലെയിം സിമ്മിൽ വെച്ചോളൂ കേട്ടോ. പൊടികൾ ചേർക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി. പൊടികളുടെ പച്ചസ്വാദ് പോണവരെ കുക്ക് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചസ്വാദ് പോയിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ മിക്സ് തണുത്തതിന് ശേഷം ഫൈനായിട്ട് വെള്ളം ചേർത്ത് അരയ്ക്കാം. അതേ പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കായപ്പൊടി, 2 ചുവന്ന മുളക്, കുറച്ച് വേപ്പില, 6-7 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, 10 ചെറിയ ഉള്ളി എടുത്ത് ചെറുതായിട്ട് മുറിച്ചത്. ഉള്ളി ഒന്ന് സോഫ്റ്റായി കിട്ടട്ടെ. ചെറിയ ഉള്ളി സോഫ്റ്റായി വരുമ്പോൾ നമ്മൾ അരച്ച് വെക്കണ പേസ്റ്റ് ചേർക്കാം. ജാറ് കഴുകി ആ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ അരപ്പ് നമ്മൾ വാട്ടിയില്ലേ, ആ സമയത്ത് നിങ്ങൾക്ക് നാളികേരം വേണമെന്നുള്ളവർ നാളികേരം ചേർത്തും കൂടി വാട്ടിക്കോളൂ. വേണ്ടാത്തവർ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അരപ്പിൻ്റെ പച്ചസ്വാദൊക്കെ പോയിണ്ടാവും. നമ്മൾ വാട്ടിയിട്ടാണ് അരക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ലോണം കുക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കൂട്ടാൻ ഒരു പ്രത്യേക സ്വാദ് ഉണ്ടാവും. പുളി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എന്തോരം പുളി വേണോ അതനുസരിച്ച് ചേർത്തോളൂ. ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലോണം ഒന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ. ഒരുപാട് സമയം കുക്ക് ചെയ്യണ്ട. കൂട്ടാൻ നല്ലോണം തിളച്ചു കൂട്ടാം. കുറച്ച് മല്ലിയില ഇട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. എണ്ണ ചൂടാവുമ്പോൾ 4 പപ്പടം 2ആയിട്ട് കീറിയിട്ട് കാച്ചിയെടുക്കാം. ഇനി നമ്മൾ കാച്ചി വെച്ചേക്കണേ പപ്പടം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പപ്പടത്തിന് അളവൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ചേർത്തോളൂ. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് അടിപൊളി സ്വാദുള്ള ഒരു കൂട്ടാനാണ്. ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു. ബൈ.